ഇതൊന്നും ഞാൻ അറിഞ്ഞോണ്ടല്ല, എന്റെ അച്ഛനും മറ്റേ പുള്ളി കൂടെ കെട്ടിവെച്ച് തന്നാണ്. എന്നോട് എന്റെ തെറാപ്പിസ്റ്റ് പറഞ്ഞു, ഹെലന് സന്തോഷം വേണമെന്നാണെന്നുണ്ടെങ്കിൽ മാക്സിമം സ്ട്രെസ് അവോയ്ഡ് ചെയ്യണം. പറയാൻ വല്ലതുകൊണ്ട് നേരെ പറ. പക്ഷെ പുള്ളിക്ക് അറിഞ്ഞൂടല്ലോ എന്റെ സ്ട്രെസ് കാണാൻ ഇത്രയും ക്യൂട്ടാണെന്ന്. എന്ത് വെറുപ്പീരായിരുന്നു അത്. നോക്കണ്ട, നിന്നെ തന്നെയാ ഷുട്ടു. എനിക്കുണ്ടല്ലോ കൊറേ ഇഷ്ടമുള്ള ആളുകള് എന്റെ അടുത്തില്ലെങ്കിൽ കൂടിയും അവരെന്താ ചെയ്തോണ്ടിരിക്കുന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള കഴിവുണ്ട്. എന്റെ ഷുട്ടുമണി ഇപ്പൊ റീൽ കണ്ടോണ്ടിരിക്കല്ലേ. വെരി ഫണ്ണി. കൊച്ചു കുട്ടികളുടെ മനസ്സാ. എല്ലാരും പറയാറുണ്ട് ടൈം എല്ലാം ഹീൽ ചെയ്യും, സമയം വായിക്കാത്ത മുറിവുകളില്ല എന്നൊക്കെ. എനിക്ക് സമയത്തെക്കാളും വേഗം എന്നെ ഹീൽ ചെയ്തതും എന്റെ മുറിവുകൾ ഉണക്കിയതും എന്റെ ചിരിയാ ഷുട്ടു. എനിക്ക് നാണാവുക. എന്തത് സംഭവം? ന്യൂ ഇയർ ഒക്കെ അല്ലേ, എന്റെ കുട്ടി രാത്രിയിൽ കള്ളൊന്നും കുടിച്ചിട്ട് എവിടെയും പോയി മറിഞ്ഞടിച്ച് വീടരുത് കേട്ടോ. വണ്ടിയൊക്കെ ഓടിക്കുമ്പോ സൂക്ഷിച്ച് ഓടിക്കണം. കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി എടുക്കരുത് കേട്ടോ. അയ്യോടാ കൊച്ചു മാവ നട്ട് തെറിച്ചാ തോന്നണേ. ഹായ് ഷുട്ടു. കേട്ട് ഞാൻ മടുത്തു. കിടന്നുറങ്ങുന്ന സമയത്ത് പേടിപ്പിക്കുന്ന സ്വപ്നം കാണാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ? എന്നെ ഓർത്തോണ്ട് കിടന്നുറങ്ങിയാ മതി. സംഗതി അത്ര പന്തിയല്ല കേട്ടോ, ഇതിലേശം പെശകായിട്ട് എനിക്ക് തോന്നണ. എനിക്ക് ഷുഗർ ലോ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തായിരുന്നു എന്റെ ഷുഗർ കുറയാനുള്ള കാര്യം. വെരി ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് എന്റെ പഞ്ചാര ഈ വീഡിയോ കണ്ടോണ്ടിരിക്കല്ലേ, പിന്നെ എങ്ങനെ എന്റെ ഷുഗർ കുറയാതിരിക്കും? അയ്യോ എന്തൊരു അറിവാ നിനക്ക്. എന്റെ ഷുട്ടുവിന്റെ സന്തോഷല്ലേ എനിക്ക് വലുത്. ആ കുട്ടിയുടെ മാനസിക നില തകരാറിലായിരുന്നോ? ഇല്ലെന്ന് എന്റെ ഓർമ്മ അല്ലേ? എങ്കിൽ ഇപ്പൊ നോർമൽ അല്ല. ഓ ഇത്ര നേരം ഞാൻ എങ്ങനെ പിടിച്ചെന്ന് എനിക്ക് അറിയാൻ പാടില്ല ബ്രോസ്. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ അങ്കിൾ.